ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം ദ്വിതീയോധ്യായഃ. രണ്ടാമത്തെ അധ്യായത്തിൽ പ്രിയവ്രതന്റെ മകനായ ആഗ്നീധ്രന്റെ ഉപാഖ്യാനമാണ്. ആ രാജാവുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ് പറയുന്നത്. ശ്രീ ശുക ഉവാച. ഒന്നാമത്തെ ശ്ലോകം. ഏവം പിതരി സംപ്രവൃത്തെ തദനുശാസനെ വർത്തമാനഃ ആഗ്നീധ്രഃ ജംബുദ്വീപൗകസഃ പ്രജാ ഔരസവത് ധർമ്മ അവേക്ഷമാണഃ ഔരസവത് ധർമാവേക്ഷമാണ പര്യഗോപയത്. ഏവം ഇപ്രകാരം പിതരി തൻ്റെ അച്ഛൻ സംപ്രവൃത്തെ നിവൃത്തി മാർഗത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ തദനുശാസനെ ആ പ്രിയവ്രതന്റെ നിർദ്ദേശത്തിൽ വർത്തമാനഃ വർത്തിച്ചുകൊണ്ടിരുന്ന ആഗ്നീധ്രഃ ആഗ്നീധ്രൻ എന്ന രാജാവ് ജംബുദ്വീപൗകസഃ ജംബുദ്വീപവാസികളായ പ്രജകളെ ഔരസവത് സ്വന്തം മക്കളെ എന്നതുപോലെ ധർമ്മ അവേക്ഷമാണഃ ധർമ്മത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പര്യഗോപയത് പരിരക്ഷിച്ചു. ജംബുദ്വീപ് എന്ന് പറയുന്നത് ഇന്നത്തെ ഏഷ്യയാണ്. ആ ഏഷ്യാ ഭൂഖണ്ഡത്തെയാണ് ആഗ്നീധ്രൻ അന്ന് ഭരിച്ചിരുന്നത്. അവിടുത്തെ നിവാസികളെ മുഴുവൻ തൻ്റെ മക്കൾ എന്ന രീതിയിൽ തന്നെ പരിപാലിച്ചു. ആഗ്നീധ്രൻ ലൗകിക ഭോഗങ്ങൾ ആഗ്രഹിച്ച ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് സന്തതി ഉണ്ടായി. അങ്ങനെ തനിക്ക് പിതൃലോകത്ത് എത്തണം എന്ന ആഗ്രഹത്താൽ തപസ് ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ ശ്ലോകം. സഹച കദാചിത് പിതൃലോകകാമഃ സുരവര വനിതാ ക്രീഡാചല ദ്രോണ്യാം ഭഗവന്തം വിശ്വസൃജാം പതിം ആഭൃത പരിചര്യ ഉപകരണ പതിമാഭൃത പരിചര്യോപകരണ ആത്മ ഏകാഗ്രേണ തപസ്വി ആരാധയാൻ ബഭൂവ തപസ്വി ആരാധയാൻ ബഭൂവ. കദാചിത് സഹച അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ ആഗ്നീധ്രൻ പിതൃലോക കാമഃ പിതൃക്കളുടെ പുണ്യലോകം ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് ലഭിക്കണമെങ്കിൽ സന്തതികൾ ഉണ്ടാകണം. അങ്ങനെ ഇദ്ദേഹം പോയത് സുരവര വനിതാ ക്രീഡാചല ദ്രോണ്യാം. സുരവര വനിത എന്നാൽ ദേവസുന്ദരിമാരുടെ ക്രീഡാചലം ക്രീഡാസ്ഥാനമായ മന്ദരപർവ്വതത്തിൻ്റെ ദ്രോണ്യാം താഴ്വരയിൽ ഭഗവന്തം വിശ്വസൃജാം പതിം ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ ആഭൃത പരിചര്യ ഉപകരണ അദ്ദേഹത്തെ ആരാധിക്കുവാനായിട്ട് പൂജ ചെയ്യാനും തപസ് ചെയ്യാനും എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഒരുക്കി വെച്ചുകൊണ്ട് ആത്മ ഏകാഗ്രേണ ഏകാഗ്രചിത്തവൃത്തിയോടെ തപസ്വി ആരാധയാൻ ബഭൂവ തപസ് ചെയ്തുകൊണ്ടങ്ങനെ ആരാധിച്ചു വന്നു. ബ്രഹ്മദേവൻ ആ തപസ്സിൽ സംപ്രീതനായിട്ട് ഒരു അപ്സര സ്ത്രീയെ അങ്ങോട്ടയക്കുകയാണ്. മൂന്നാമത്തെ ശ്ലോകം. തദുപലഭ്യ ഭഗവാൻ ആദിപുരുഷ സദസി ഗായന്തീം പൂർവചിത്തിം നാമ അപ്സരസം അഭിയാപയാമാസ പൂർവചിത്തിം നാമ അപ്സരസം അഭിയാപയാമാസ. തത് ഉപലഭ്യ ഈ ഒരു തപസ് അറിഞ്ഞിട്ട് ഭഗവാൻ ആദിപുരുഷ ബ്രഹ്മദേവൻ സദസി ഗായന്തീം തൻ്റെ ആസ്ഥാന സഭയിൽ ഗാനം ചെയ്യുന്നവളായ പൂർവചിത്തിം നാമ അപ്സരസം പൂർവചിത്തി എന്നു പേരായ അപ്സര സ്ത്രീയെ അഭിയാപയാമാസ ആഗ്നീധ്രന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു.
ആ പൂർവചിത്തി എന്ന അപ്സര സ്ത്രീ ഈ ആഗ്നേയധ്രൻ തപസ് ചെയ്യുന്ന ആശ്രമത്തിന്റെ അടുത്തേക്ക് വന്നു. ആ ആശ്രമം എങ്ങനെയുള്ളതായിരുന്നു എന്ന് വർണ്ണിക്കുകയാണ്. 4-ാമത്തെ ശ്ലോകം. സാച്ച തദാശ്രമ ഉപവനം അതിരമണീയം തദാശ്രമോപവനം അതിരമണീയം വിവിധ നിബിഡ വിടപി വിടപ നികട സംസൃഷ്ട പുരട ലതാരൂഢ സ്ഥല വിഹംഗമ മിഥുനൈഃ പ്രോച്യമാന ശ്രുതിഭിഃ പ്രതിബോധ്യമാന സലിലകുക്കുട കാരണ്ഡവ കളഹംസാദിഭിഃ വിചിത്രം ഉപകൂജിത അമലജലാശയ കമലാകരം ഉപബഭ്രാമ. സാച്ച ആ പൂർവചിത്തിയാകട്ടെ ഇനി ആശ്രമത്തെ വർണ്ണിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിസരം. വിവിധ നിബിഡ വിടവി ഇടതിങ്ങി നിൽക്കുന്ന നാനാതരം വൃക്ഷങ്ങളുടെ വിടപ നികടം ശാഖകൾക്കരികിൽ സംസൃഷ്ട കെട്ടിപ്പിണഞ്ഞു കയറിയ പുരട്ടലതാരൂഢം സ്വർണലതകളിൽ സ്വർണ്ണ നിറമുള്ള വള്ളിച്ചെടികളിൽ കയറിയിരിക്കുന്ന സ്ഥലവിഹംഗമ സ്ഥലവാസികളായ മിഥുനൈഹി ഇണപ്പറവകളാൽ ആ വൃക്ഷത്തിൽ കയറിയിരിക്കുന്ന സ്വർണ്ണ ലതകളുടെ ഇടയിലൊക്കെ ആയിട്ട് കയറിയിരിക്കുന്ന ഇണപ്പറവകളുണ്ട്. അവ പുറപ്പെടുവിപ്പിക്കുന്ന പ്രോച്യമാന ശ്രുതിഭിഹി സുന്ദരമായ കളകൂജനങ്ങൾ. അതിനാൽ ഉണർത്തപ്പെട്ടത് അവർ മരത്തിലിരുന്ന് കളകൂജനം ചെയ്യുമ്പോൾ അത് കേട്ട് രസിക്കുന്ന അല്ലെങ്കിൽ അതിനാൽ ഉണർത്തപ്പെട്ട അവിടെയുള്ള ആ ജലാശയത്തിലൂടെ പോകുന്ന ജലാശയത്തിലെ പക്ഷികൾ. അതാണ് പ്രതിബോധ്യമാന സലില കുക്കുടം. ആ വെള്ളത്തിലെ കുക്കുടം എന്നാൽ നീർക്കോഴികൾ. കാരണ്ഡവ എന്ന് വെച്ചാൽ അതും ഒരു പ്രത്യേകതരം ജലപക്ഷിയാണ്. പിന്നെ ഹംസാദിഭിഹി അരയന്നങ്ങൾ മുതലായ ജലപക്ഷികളാൽ. അപ്പോൾ മരത്തിലിരിക്കുന്ന പക്ഷികളുടെ കളകൂജനം കേട്ട് അവരോട് തിരിച്ചു പറയുകയാണോ എന്ന രീതിയിൽ ഈ വെള്ളത്തിലെ നീർക്കോഴികളും മറ്റും ഒച്ചയുണ്ടാക്കുന്നു. ഇങ്ങനെയെല്ലാം കൂടെ മനോഹരമായ വിചിത്രം ഉപകൂജിത അമല ജലാശയം പൂജനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പക്ഷികളോടുകൂടിയ അമല ജലാശയം നിർമ്മലമായ ജലാശയത്തോടു കൂടിയ അതിൽ നിറയെ താമരകൾ വിരിഞ്ഞിട്ടുണ്ട്. കമലാകരം അതിരമണീയം മനോഹരമായ ഇങ്ങനെയൊക്കെയുള്ള തദാശ്രമ ഉപവനം ആ ആശ്രമത്തിന് ചുറ്റുമുള്ള നല്ല ഉപവനം ഉദ്യാനത്തിൽ ഈ പൂർവചിത്തി എന്ന അപ്സരസ് ഉപബഭ്രാമ അങ്ങനെ ചുറ്റി നടന്നു. ഇങ്ങനെ പൂർവചിത്തി അവിടെ ചുറ്റി നടന്നപ്പോൾ അവളുടെ പാദസരത്തിന്റെ കിലുക്കം കേട്ട് ആഗ്നേയധ്രന്റെ തപസ്സിളകുകയാണ്. അതാണ് 5-ാമത്തെ ശ്ലോകം. തസ്യാഹ സുലളിത ഗമന പദവിന്യാസഗതി വിലാസായാഹ ച അനുപദം ഘണഘണായമാന രുചിര ചരണാഭരണസ്വനം ഉപാകർണ്യ നരദേവകുമാരഃ സമാധിയോഗേന ആമീലിത നയന നളിന മുകുളം ഈഷത് വികചയ്യ വ്യചഷ്ട. സുലളിത ഗമനം നല്ല കുണുങ്ങി നടക്കുമ്പോഴുള്ള ആ അടിവെപ്പുകൾ കൊണ്ട് പദവിന്യാസം ആ നടത്തത്തിൽ ഗതിവിലാസായാഹ അതിൻ്റെ ആ മനോഹരമായ നടത്തത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ തസ്യാഹച അവളുടെ അനുപദം ഓരോ അടിവെപ്പിലും ഘണഘടായമാന കിലുകിലുക്കം കൊള്ളുന്ന രുചിര ചരണാഭരണ സ്വനം മനോഹരമായ കാൽച്ചിലങ്കകളുടെ നാദം കേട്ടിട്ട് സ്വനം ഉപാകർണ്യ കേട്ടിട്ട് നരദേവകുമാരഃ രാജകുമാരനായ ആഗ്നേയധ്രൻ സമാധിയോഗേന സമാധിനിഷ്ഠം ഹേതുവായിട്ട് ആമീലിതം തീരെ ചിമ്മിയിരുന്ന നയന നളിന മുകുളം കണ്ണുകളാകുന്ന ചെന്താമര മുട്ടുകളുടെ യുഗളം എന്നാൽ രണ്ട് കണ്ണുകളുടെ ആ കണ്ണുകളെയാണ് ഇവിടെ വർണ്ണിച്ചത്. ചെന്താമര മുട്ടുകൾ പോലെ കൂമ്പിയിരുന്ന ആ കണ്ണുകൾ ഈഷത്ത് വികചയ്യ ഒന്ന് മെല്ലെ തുറന്നിട്ട് ചുറ്റും വ്യചഷ്ട നോക്കുകയാണ്.
ഇതെവിടെ നിന്നാണ് ഈ ശബ്ദം? ഇനി ആ അപ്സരസിനെ വർണ്ണിക്കുകയാണ് ആറാമത്തെ ശ്ലോകം. എങ്ങനെയുള്ള അപ്സരസിനെയാണ് കണ്ടത്? താം ഏവ അവിദൂരേ മധുകരീം ഇവ സുമനസ ഉപജിഘ്രന്തീം ദിവിജ മനുജ മനോനയനാഹ്ലാദ ദുഃഖൈഃ ഗതിവിഹാര വ്രീഡാവിനയാവലോക സുസ്വരാക്ഷര അവയവൈഃ മനസി നൃണാം കുസുമായുധസ്യ വിദധതീം വിവരം നിജമുഖ വിഗളിത അമൃതാസവ സഹാസഭാഷണ ആമോദ മദാന്ധ മധുകര നികരോപരോധേന ദ്രുതപദവിന്യാസേന വൽഗുസ്പന്ദന സ്തനകലശ കബരഭാരരസനാം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വശമുപനീതോ ജഡവതിതി ഹോവാച. കണ്ണു തുറന്നു നോക്കിയ ആ ആഗ്നീധ്രൻ അവിദൂരേ, അധികം അകലെയല്ലാതെ ഒരിടത്ത് ആ കാണുന്ന കാഴ്ചയാണ്. സുമനസഹ, പുഷ്പങ്ങളെ ഉപജിഘ്രന്തീം, മുകർന്നുകൊണ്ട്, ഒരു മധുകരീം ഇവ, വണ്ട് ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ പുഷ്പങ്ങളൊക്കെ ആ സുഗന്ധം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പൂർവചിത്തിയെയാണ് കാണുന്നത്. ദിവിജ മനുജ മനോനയന ആഹ്ലാദ ദുഃഖൈഹി, ദേവന്മാരുടെയും മനുഷ്യരുടെയും മനസ്സിനും കണ്ണുകൾക്കും ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്ന ഗതിവിഹാര വ്രീഡാ വിനയാവലോകം, നടത്തവും കളിയും ഒപ്പം ലജ്ജാവിനയാന്വിതമായ ആ അവലോകനവും നോട്ടവും സുസ്വരാക്ഷരാവയവൈഹി, സ്വരശുദ്ധിയുള്ള ശബ്ദവും ഭംഗി ചേർന്ന അവയവങ്ങളും കൊണ്ട് നൃണാം മനസി, ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ കുസുമായുധസ്യ വിവരം, കാമദേവന് കടന്നിരിക്കുവാൻ ഉള്ള വിവരം വിദധതീം, എന്നാൽ പഴുതുണ്ടാക്കുന്നവളും, നിജമുഖ വിഗളിത അമൃതാസവം, തൻ്റെ മുഖത്ത് നിന്ന് പുറപ്പെട്ടതായ അമൃതരസവാഹിയും, ആസവ സഹാസഭാഷണം, ആസവം പോലെ മാദകവുമായ ചിരിയിലും, ആമോദ മദാന്ധ മധുകര നികരോപരോപരോധേന, തൻ്റെ സുന്ദരമായ ചിരി, ഭാഷണം, അതുപോലെ നിശ്വാസഗന്ധത്താൽ വന്നണഞ്ഞ മത്തുമുഴുത്ത വണ്ടിൻ നിരകളുടെ ശല്യം നിമിത്തം, അതായത് ഇവളുടെ ചുണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ വായിൽ നിന്ന് വരുന്നതൊക്കെ നല്ല തേന് പോലെ മധുരമുള്ള വാക്കുകളാണ്. അപ്പോൾ തേനാണോ എന്ന് സംശയിച്ച് വണ്ടുകൾ അവളുടെ ചുറ്റും പറക്കാൻ തുടങ്ങി. ആ ശല്യം സഹിക്കവയ്യാതെ ദ്രുതപദവിന്യാസേന, അതിവേഗത്തിലുള്ള അടിവെപ്പ് കൊണ്ട്, വൽഗുസ്പന്ദനം, ശരീരം ഇളകിയ സമയത്ത് സ്തനങ്ങളും ഇളകി, അങ്ങനെ സ്പന്ദന സ്തനകലശ കബരഭാരം, രണ്ട് സ്തനങ്ങളും ചലിക്കുന്നു. അതുപോലെ തന്നെ കബരഭാരം എന്നാൽ മുടി ഇങ്ങനെ ആടി ഉലയുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള താം ദേവീം ഏവ, ആ ദേവനാരിയോട് തന്നെയായി, തദവലോകനേന, അവളുടെ ദർശനത്താൽ, വിവൃതാവസരസ്യ, അവസരം തുറന്നു കിട്ടിയ, ഭഗവതഃ മകരധ്വജസ്യ, ആ ഇവിടെ മന്മഥനെയും ഭഗവാൻ എന്നാണ് വിളിക്കുന്നത്. മഹാത്മ്യശാലിയായ മന്മഥന്റെ വശം ഉപനീതഃ, പാട്ടിലകപ്പെട്ടുപോയ ആ ആഗ്നീധ്രൻ, ജഡവത് ഇതി, അത്രയും നാൾ തപസ് ചെയ്ത ഒരാളാണ് എന്നതൊക്കെ മറന്നിട്ട് തികച്ചും സാധാരണക്കാരനായ ഒരു ജളനെ പോലെ, ഒരു സ്ത്രീയെ കാണുമ്പോഴേക്കും മനസ്സിന്റെ പിടിവിട്ടു പോകുന്ന ഒരാളെ പോലെ, അതാണ് ജഡവത് എന്ന് പറഞ്ഞത്. അങ്ങനെ ഉവാചഹ, കഷ്ടം എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ. ഇവിടെ ഹ എന്ന് പറഞ്ഞത് വളരെ കഷ്ടം തോന്നുന്നു എന്ന അർത്ഥത്തിലാണ്. കാരണം അത്രയും നാൾ സമാധി അവസ്ഥയിലിരുന്ന ആഗ്നീധ്രൻ ഒരു സ്ത്രീയുടെ പാദസര കിലുക്കം കേൾക്കുമ്പോഴേക്കും കണ്ണു തുറന്നു നോക്കുക,
അങ്ങനെ തൻ്റെ മുന്നിൽ കണ്ട ആ സ്ത്രീയോട്, ഒരു പരിചയവുമില്ലാത്ത സ്ത്രീയോട് പെട്ടെന്ന് തന്നെ സംസാരിച്ചു തുടങ്ങുക, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അഗ്നീധ്രൻ തികച്ചും ഒരു ലൗകികനായി പോയല്ലോ എന്ന അർത്ഥത്തിൽ അയ്യോ കഷ്ടം എന്ന രീതിയിൽ ഉവാചഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. സമാധിയിൽ നിന്ന് ഉണർന്ന ആ അഗ്നീധ്രൻ പൂർവചിത്തിയോട് ഇപ്രകാരം ചോദിക്കുകയാണ്. 7ാമത്തെ ശ്ലോകം. കാത്വം ചികീർഷസി ച കിം മുനിവർയ ശൈലേ മായാ അസി മായാസി കാപി ഭഗവത് പരദേവതായാഃ വിജ്യേ ബിഭർഷി ധനുഷി സുഹൃദാത്മനഃ അർത്ഥേ സുഹൃദാത്മനോർത്ഥേ കിം വാ മൃഗാൻ മൃഗയസേ വിപിനെ പ്രമത്താൻ. കാഴ്ചയിൽ സുന്ദരിയായ ഒരു അപ്സര സ്ത്രീയാണ് എന്ന് മനസ്സിലായിട്ടും അത് മനസ്സിലാവാത്തതുപോലെ ഒരു അഭിനയം കാഴ്ചവെച്ചുകൊണ്ടാണ് ഇവിടെ അഗ്നീധ്രൻ മുനിവര്യ എന്നൊക്കെയാണ് വിളിക്കുന്നത്. സ്ത്രീയാണെന്ന് മനസ്സിലായിട്ടുണ്ട്, എന്നിട്ടും ത്വം കാ, ആദ്യം സ്ത്രീ എന്ന രീതിയിൽ ബാലെ നീ ആര് എന്ന് ചോദിക്കുന്നു. പിന്നീട് മുനിവര്യ അല്ലയോ മുനിപുങ്കവ. അപ്പോൾ ഇതൊക്കെയാണ് ഈ അഗ്നീധ്രന്റെ ഒരു ജളത്വത്തെ കാണിക്കുന്നത്. അതായത് എന്തൊക്കെയോ പറയാൻ ഇങ്ങനെ വെമ്പുകയാണ്, പക്ഷെ അതിനെയെല്ലാം ഇങ്ങനെ മാറ്റിമറിച്ചിട്ട് സ്വയം ഒരു വിഡ്ഢിയായി തീരുകയാണ്. ശൈലേ ചികീർഷസി ചക്കിം, ഈ മലയിൽ ചികീർഷസി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം കിം എന്താണ്? ഇനി ഒരു പക്ഷേ ഭഗവത് പരദേവതായാഹ, എൻ്റെ ഉപാസനാമൂർത്തിയായ ഭഗവാൻ ശ്രീഹരിയുടെ കാപി മായാ അസി, എന്നെ മയക്കുവാൻ അല്ലെങ്കിൽ പരീക്ഷിക്കുവാൻ വന്ന മായ തന്നെയാണോ നീ? ഹേ സുഹൃത് അല്ലയോ ചങ്ങാതി. ഇവിടെ ആ സുന്ദരിയുടെ പുരികക്കൊടികളെയാണ് വർണ്ണിക്കുന്നത്, പക്ഷേ അത് വേറെ രീതിയിൽ പറയുകയാണ്. വിജ്യേ, ഞാനില്ലാത്ത ധനുഷി, 2 വില്ലുകൾ, ബിഭർഷി, നീ ധരിക്കുന്നുണ്ടല്ലോ. ആത്മനഃ അർത്ഥേ, ഇത് തൻ്റെ ഏതാവശ്യത്തിനാണ്? കിം വാ, ഒരു പക്ഷേ വിപിനെ പ്രമത്താൻ, കാട്ടിൽ പുളച്ചു നടക്കുന്ന മൃഗാൻ, മൃഗങ്ങളെ, മൃഗയസേ, വേട്ടയാടുകയാണോ? അവിടെ മറ്റൊരർത്ഥമുണ്ട്. എന്നെപ്പോലെയുള്ള മനുഷ്യരെ കാമാന്ധരാക്കിക്കൊണ്ട് അങ്ങനെ വേട്ടയാടുകയാണോ? എന്നെപ്പോലെയുള്ളവരുടെ മനസ്സിനെ വേട്ടയാടുകയാണോ എന്നൊരർത്ഥം അതിലുണ്ട്. ഇവിടെ രാജകുമാരൻ അവളെ വശീകരിക്കുന്നതിനാണ് മുനിവര്യ എന്നൊക്കെ അവളൊരു പുരുഷനാണെന്ന ഭാവത്തിൽ സംബോധന ചെയ്തത്. ഇനി ആ സുന്ദരിയുടെ കടാക്ഷങ്ങളെ ബാണങ്ങളാക്കി പറഞ്ഞുകൊണ്ട് അതുമായി താദാത്മ്യം ചെയ്തുകൊണ്ട് പറയുകയാണ് 8ാമത്തെ ശ്ലോകം. ബാണൗ ഇമൗ ബാണാവിമൗ ഭഗവതഃ ശതപത്രപത്രൗ ശാന്തൗ അപുംഖ രുചിരൗ അതിതിഗ്മദന്തൗ. 2 കണ്ണുകളെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ദ്വിവചനത്തിൽ എല്ലാം പറയുന്നത്. ശാന്താവ് അപുംഖ രുചിരാവതി തിഗ്മദന്തൗ കസ്മൈ യുയുക്ഷസി വനേ വിചരൻ ന വിദ്മ ക്ഷേമായ നോ നഹ ജഡധിയാം തവ വിക്രമഃ അസ്തു, വിക്രമോ അസ്തു. ശതപത്രപത്രൗ, ശതപത്രം എന്നാൽ 100 കണക്കിന് ഇതളുകളുള്ള താമരപ്പൂവുകളാകുന്ന തൂവലുകളോടുകൂടിയ ശാന്തവും, ശാന്തമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ അപുംഖരുചിരവും, പിടിക്കുവാൻ കണയില്ലാത്തവയെങ്കിലും മനോഹരങ്ങളും, അതിതിഗ്മദന്തവും, വളരെ മൂർച്ചയുള്ള മുനയോടുകൂടിയവയും ആയിട്ടുള്ള ഭഗവതഃ. ഇവിടെ ഭഗവതഃ എന്നതുകൊണ്ട് വളരെ ബഹുമാനത്തോടെ എന്ന രീതിയിൽ അവിടുത്തെ ഇമൗ ബാണൗ, ഈ അമ്പുകൾ 2, അമ്പുകൾ എന്നതുകൊണ്ട് ആ കടാക്ഷം, അത് എൻ്റെ ഹൃദയത്തെ തുളച്ചു എന്ന് പറയാതിരിക്കാൻ അല്ലെങ്കിൽ പറയാതെ പറയുകയാണ്. അവിടുത്തെ ഇമൗ ബാണൗ വനേ വിചരൻ, ഈ വനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കസ്മൈ യുയുക്ഷസി, ആരുടെ നേർക്ക് പ്രയോഗിക്കുവാനാണ് ഭാവിക്കുന്നത്?
അത് ന വിദ്മഹ, ഈ ഞാൻ അറിയുന്നില്ല. തവ വിക്രമഃ, അങ്ങയുടെ പരാക്രമം ജഡധിയാം, ജഡബുദ്ധികളായ നഹ, ഞങ്ങളുടെ ക്ഷേമായ അസ്തു, ഭാവുകത്തിനായിക്കൊണ്ട് ഉതകുമാറാകട്ടെ. ഒരു സ്ത്രീയോട് പെരുമാറേണ്ട രീതിയിൽ നേരെ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ അതിന് കുറച്ചുകൂടെ ഒരു മാന്യത നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ അറിയാം ഇത് സ്ത്രീയാണ്, അപ്സരസാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് താൻ വളരെ വിനയാന്വിതനാണ്, അങ്ങയെ വളരെയധികം ബഹുമാനിക്കുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ പറയുന്നത് കൊണ്ടാണ് ഇവിടെ അഗ്നീധ്രന്റെ ആ ഒരു സ്വഭാവത്തെ കാണിക്കുന്നത്. സ്ത്രീകളെ കാണുമ്പോഴുള്ള ഒരു ഇളക്കം അത് അഗ്നീധ്രന്റെ സ്വഭാവത്തിനുണ്ട് എന്ന് കാണിക്കുകയാണ്. ഇനി അവളുടെ ശരീര സുഗന്ധം അതിനാൽ ആകർഷിക്കപ്പെട്ട് അവളെ പിന്തുടർന്ന് പറക്കുന്ന വണ്ടുകളെ കണ്ട് പറയുകയാണ് 9-ാമത്തെ ശ്ലോകം. ശിഷ്യാഹ ഇമേ ഭഗവതഃ പരിതഃ പഠന്തി ഗായന്തി സാമ സരഹസ്യം അജസ്രം ഈശം, സരഹസ്യമജസ്രമീശം യുഷ്മത് ശിഖാവിലുളിതാഃ സുമനഃ അഭിവൃഷ്ടീഃ, സുമനോ അഭിവൃഷ്ടീഃ സർവേ ഭജന്തി ഋഷിഗണാഃ, ഭജൻ ഋഷിഗണാ ഇവ വേദശാഖാഃ. ഭഗവതഃ, എല്ലാം തികഞ്ഞ അങ്ങയുടെ, ഇമേ ശിഷ്യാഹ, വണ്ടുകളാകുന്ന ശിഷ്യന്മാർ എന്നാണ് സൂചിപ്പിക്കുന്നത്. സരഹസ്യം, രഹസ്യത്തോടുകൂടെ, സാമ, സാമമന്ത്രത്തെ ഉരുവിടുന്നതിനെ, അതായത് വണ്ടുകളുടെ മൂളിച്ചയെ ആണ് ഇവിടെ സാമമന്ത്രം ഉരുവിടുന്നു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ സാമമന്ത്രത്തെ ഈശം ത്വാം, അവരുടെ ഈശനായ അങ്ങയുടെ, പരിതഃ, ചുറ്റിലും നിന്ന് ഇടവിടാതെ ചൊല്ലുകയും, ഗായന്തി, ഗാനം ചെയ്യുകയും ചെയ്യുന്നു. യുഷ്മത് ശിഖാവിലുളിതാഹ, അങ്ങയുടെ ശിഖയിൽ നിന്ന്, തലമുടിയിൽ നിന്ന്, വിലുളിതാഹ, ഉതിർന്നു വീണ്, സുമനോഭിവൃഷ്ടിഹി, ആ പുഷ്പവർഷങ്ങളെ, ഋഷിഗണാഹ വേദശാഖാഹ ഇവ, ഋഷിഗണങ്ങൾ എങ്ങനെയാണോ വേദശാഖകളെ സ്വീകരിക്കുന്നത് എന്നതുപോലെ ആ തലമുടിയിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പൂക്കൾക്ക് പോലും അത് അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗമായ തലമുടിയിൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ട് വളരെയധികം സാദരം സർവേ ഭജന്തി, എല്ലാവരും സ്വീകരിക്കുന്നുവല്ലോ. ഇനി അവളുടെ നൂപുരധ്വനിയെ കുറിച്ച് പറയുകയാണ് 10-ാമത്തെ ശ്ലോകം. വാചം പരം ചരണപഞ്ചരതിത്തിരീണാം ബ്രഹ്മൻ അരൂപമുഖരാം, ബ്രഹ്മൻ അരൂപമുഖരാം ശൃണവാമ തുഭ്യം ലബ്ധാ കതംബരുചിഃ അംഗവിഡംഗ ബിംബേ യസ്യാം അലാതപരിധിഃ, യസ്യാം അലാതപരിധിഃ ക്വച വൽക്കലം തേ. ഹേ ബ്രഹ്മൻ, അല്ലയോ മഹാബ്രാഹ്മണ എന്നൊക്കെ വിളിക്കുകയാണ്. തുഭ്യം, അങ്ങയുടെ ചരണപഞ്ചര തിത്തിരീണാം, പാദങ്ങളിലുള്ള കൂടുകൾക്കുള്ളിൽ കിടക്കുന്ന തിത്തിരി പക്ഷികളുടെ, തിത്തിരി പുള്ളുകളുടെ, അരൂപമുഖരാം, ആ പുള്ളുകളെ ഞാൻ കാണുന്നില്ല, പക്ഷെ അവയാണ് ശബ്ദിക്കുന്നത് എന്ന രീതിയിലുള്ള ആ ശബ്ദത്തെ, ആ ശബ്ദത്തെ വാക്കായിട്ട് പറയുകയാണ്. വാചം പരം ശൃണവാമ, അവർ സംസാരിക്കുന്ന വാക്ക് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. അങ്ങയുടെ അംഗവിടംഗ ബിംബേ, ആ അരക്കെട്ടിലുള്ള കദംബരുചിഹി, ഈ കദംബ കുസുമത്തിന്റെ പ്രഭ പോലെയുള്ള ഈ ഒരു ശോഭ ലബ്ധ, ഇതെങ്ങനെ കിട്ടി? യസ്യാം, യാതൊരു അരക്കെട്ടിൽ, അലാതപരിധിഹി, അലാതചക്രം എന്ന് വെച്ചാൽ നമ്മളൊരു തീക്കൊള്ളിയോ, വലിയൊരു തീക്കൊള്ളി ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രഭാവലയം ഉണ്ടാകും. അതിനെയാണ് വട്ടം ചുഴറ്റിയ തീക്കൊള്ളി പോലെ എന്ന് പറയുന്നത്. അതായത് ആ അരക്കെട്ടിന് ചുറ്റും അരഞ്ഞാണം പ്രകാശിക്കുന്നു, അങ്ങനെയും പറയാം. അപ്പോൾ ആ ഒരു പ്രകാശം ഞാൻ കാണുന്നു. പക്ഷേ
അങ്ങൊരു ബ്രാഹ്മണനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ടും തേ വൽക്കലം, അങ്ങയുടെ വൽക്കലം മരവുരി ക്വച, എവിടെയാണ്? ഇനി അവളുടെ മാറിടത്തെ വർണ്ണിക്കുകയാണ് 11ാമത്തെ ശ്ലോകം. കിം സംഭൃതം രുചിരയോഹോ ദ്വിജ, രുചിരയോർദ്വിജ ശൃംഗയോഹോ തേ, ശൃംഗയോസ്തേ മധ്യേ കൃശഃ കൃശോ വഹസി യത്ര ദൃശിഃ ശ്രിതാ മേ, പങ്കഃ അരുണഃ പങ്കോ അരുണ സുരഭിഃ ആത്മവിഷാണേ, സുരഭിരാത്മവിഷാണ ഈദൃക് യേനാശ്രമം സുഭഗമേ സുരഭീകരോഷി. ഹേ ദ്വിജ, അല്ലയോ ബ്രാഹ്മണ, തേ രുചിരയോഹോ, അങ്ങയുടെ മനോഹരങ്ങളായ ശൃംഗയോഹോ, ഇവിടെ കൊമ്പുകൾ എന്നാണ് പറയുന്നത്. കൊമ്പുകൾ എന്നതുകൊണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്തനങ്ങൾ എന്നർത്ഥം. ഇതിലെന്താണ് നിറച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. മധ്യേ എന്നാൽ അങ്ങയുടെ നടുവു ഭാഗം കൃശഃ ചടച്ചിട്ടുള്ള, അപ്പോൾ കൃശാംഗിയാണ്, നല്ല സുന്ദരമായ ഒതുങ്ങിയ അരക്കെട്ട് വയറാണ്. അതിനെ, ഈ കൊമ്പിനെ അങ്ങ് വളരെ പ്രയാസപ്പെട്ട് വഹസി ചുമന്നിരിക്കുന്നുവല്ലോ. ഇനി എത്ര, യാതൊരു കൊമ്പുകളിൽ മേ ദൃശിഹി, എന്റെ കണ്ണ് ശ്രിത പതിഞ്ഞു നിൽക്കുന്നു. ആത്മവിഷാണേ, ആ കൊമ്പിന്മേൽ അരുണഃ സുരഭിഹി, അവിടെ കുങ്കുമം പുരട്ടാറുണ്ട്. ആ പുരട്ടിയത് നല്ല ചുവന്ന നിറവും അതിന് നല്ല മണവുമുണ്ടല്ലോ, സുരഭിലമായിട്ടുള്ള. ഈദൃക് പങ്കഃ, ഒരു ചേറ്, ഒരു കളങ്കം പോലെ ഞാൻ കാണുന്നുണ്ടല്ലോ, എന്താണത്? ഹേ സുഭഗ, അപ്പോഴും സുന്ദരി എന്നല്ല സുന്ദര എന്നാണ് വിളിക്കുന്നത്. ഏന, ഈ ഒരു ചേറുകൊണ്ട്, അവിടെ ഒരു അഴുക്ക് പോലെയാണ് തോന്നുന്നത്, പക്ഷെ ചുവന്ന നിറമുണ്ട്, നല്ല മണമുണ്ട്. ഈ ചേറുകൊണ്ട് മേ ആശ്രമം, എൻ്റെ ആശ്രമത്തെ അങ്ങ് സുരഭീകരോഷി, സുഗന്ധപൂരിതമാക്കുന്നുണ്ട്. 12ാമത്തെ ശ്ലോകം. ലോകം പ്രദർശയ സുഹൃത്തമാ താവകം മേ, യത്രത്യഃ ഇത്തം ഉരസൗ അവയവൗ അപൂർവൗ, ഇത്തമുരസാവയവാവപൂർവൗ അസ്മദ്വിധസ്യ മന ഉന്നയനൗ ബിഭർത്തി ബഹു അദ്ഭുതം, ബഹു അദ്ഭുതം സരസ രാസസുധാതി വക്ത്രേ. ഹേ സുഹൃത്തമാ, അങ്ങ് എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതാണ് ശ്രേഷ്ഠനായ സുഹൃത്തേ. താവകം ലോകം, അങ്ങ് എവിടെ നിന്നാണ് ഈ വന്നത്? അങ്ങയുടെ സ്വന്തം ലോകത്തെ മേ പ്രദർശയ, എനിക്ക് കാണിച്ചു തരൂ, എന്നെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. കാരണം അങ്ങ് ഇത്രയും സൗന്ദര്യമുള്ളവനാണെങ്കിൽ ആ ലോകത്തിലുള്ളവരും ഇതുപോലെ ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള ആ മഹനീയ ലോകം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം യത്രത്യഃ, യാതൊരു ലോകത്തിലുള്ളവർ, ഇത്തം ഇപ്രകാരം, അപൂർവൗ അസാധാരണങ്ങളും, അസ്മത് വിധസ്യ എന്നെ പോലെയുള്ള ലൗകിക ജനത്തിൻ്റെ മനഃ മനസ്സിനെ, ഉന്നയനൗ ഉലച്ചുമറിക്കുന്നവയുമായ, അവയവൗ അവയവങ്ങളെ എന്നാൽ ഇവിടെ സ്തനങ്ങളെ, അതുപോലെ ഉരസ സ്തനങ്ങൾ മാറിടത്തിലും നിങ്ങൾ വഹിക്കുന്നു. അതുപോലെ നിങ്ങളുടെ മുഖവും അത്രയും കാന്തിയുള്ളതാണ്. ആ മുഖം എന്ന് പറയുന്നത് സരസ രാസസുധാതി, മാധുര്യവും ശൃംഗാരവിലാസവും ചേർന്ന അമൃതും മറ്റുമുള്ള ബഹു അദ്ഭുതം, അത്യദ്ഭുതമായ ഒന്നിനെ, അതായത് മന്ദഹാസം, അങ്ങയുടെ മന്ദഹാസം വളരെ സുന്ദരമാണ്. അങ്ങനെയുള്ള മന്ദഹാസത്തെ നിങ്ങൾ വക്ത്രേ മുഖത്തിലും വിഭർത്തി വഹിച്ചിരിക്കുന്നു. അപ്പോൾ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള അവയവ സൗന്ദര്യത്തോടുകൂടിയ അങ്ങ് ആരാണ്? ഏത് ലോകത്ത് നിന്നാണ് വരുന്നത്? എനിക്കുറപ്പാണ് അങ്ങയുടെ ആ ലോകത്തിലുള്ളവരും അങ്ങയെപ്പോലെ സുന്ദരന്മാരായിരിക്കും. ഇത്രയും വർണ്ണിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ആഗ്രഹീധന്റെ മനസ്സിലിരിപ്പെന്താണ്. അത്രയും നാൾ സമാധിയിലിരുന്ന, തപസ് ചെയ്തിരുന്ന ഒരാളാണ് ഈ സംസാരിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുകയില്ല. അപ്പോൾ അതാണ് മനസ്സിനെ നിയന്ത്രിക്കാതെ കാട്ടിൽ പോയി ഇരുന്നിട്ടും വലിയ കാര്യമില്ല എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുന്നത്.
हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम राम हरे कृष्ण 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 हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण